ഹേ ഗൈസിൻ്റെ പുതുവയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മറ്റേ ഗ്യാസ് ഡെലിവറിയുടെ പാർട്ട് 2 ആണ്. ശരിക്കും ഞാൻ അവിടെ ഗ്യാസൊക്കെ കൊണ്ടുവച്ചതുള്ളൂ, ഞാൻ ശരിക്കും ഷോപ്പൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് അതൊന്ന് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. ഇതെനിക്ക് ഇനോഗ്രേഷൻ ചെയ്തില്ല. അപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് അതൊന്ന് ഇനോഗ്രേഷനൊക്കെ ചെയ്യുന്നത് ഗൈസ്. അപ്പം നമുക്കിന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിനെയും കൂട്ടി നേരെ അങ്ങോട്ട് പോകണം. നിങ്ങൾക്ക് കേൾക്കാൻ പോയാൽ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂട്ടി നേരെ അങ്ങോട്ട് പോകണം ഗ്യാസ് ഷോപ്പിലേക്ക് ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് കൊണ്ടുവച്ചത്, പിന്നെ അന്ന് കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇന്ന് തന്നെ കുറച്ച് ഗ്യാസ് വിൽക്കണം. ഹോം ഡെലിവറി ഞാൻ വയ്ക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അതിൽ വേറൊരു ഉപയോഗിക്കാത്ത സിമ്മുണ്ട്, അതിൽ ഹോം ഡെലിവറി നമ്പർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഈ വണ്ടി തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ഗവൺമെൻറ് കമ്പനി ടൊയോട്ട ഹില്ലെക്സ്. ശരിക്കും എനിക്കില്ലേ ഹമ്മർ ഏത് ബ്രാൻഡാണെന്ന് അറിയത്തില്ല. ഹമ്മർ ഫോർഡ് അല്ലേ ഗൈസ്? ഫോർഡ് ഹമ്മർ ഇല്ലേ? ഫോർഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നേരെ പിടിപ്പിക്കാം. ഇത് ഫുള്ള് റെഡ് ആക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഡ്രസ്സ് റെഡ്, ഗ്യാസ് റെഡ്, പിന്നെ വണ്ടി റെഡ്. ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നോക്കാം. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. ഓക്കെ, ഞാൻ സ്ഥലത്തില്ല, കാണാനില്ല. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇവിടെ ഇവിടെ ഇല്ലായിരിക്കും. ഗേറ്റ് ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, ഇവിടെ അവ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മുന്നേ അവരുടെ കാര്യം പറഞ്ഞായിരുന്നു. അവ ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് അപ്പം എൻ്റെ ഫ്രണ്ട്. എടാ ഫ്രണ്ട്, നമുക്ക് ഇന്ന് പൊളിക്കണ്ടേ? ഗ്യാസ് ഷോപ്പൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യണേ. ആ പിന്നെന്താ ഇന്ന് ചെയ്യണം നമുക്ക്. നീ വണ്ടി എടുക്കും, നമുക്ക് നേരെ പോവാം ഗൈസ്. നമുക്ക് നേരെ പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, എൻ്റെ എൻ്റെ വണ്ടിയിൽ ഫ്രണ്ട് കയറിയിട്ടുണ്ട്. എടാ നീ എവിടെയാണ് പോയത്? ആ ഞാൻ എന്തോന്നു പാസ്പോർട്ടിൻ്റെ ഒരു സംഭവം എടുക്കാൻ പോയായിരുന്നു. പാസ്പോർട്ടിൻ്റെ ഒക്കെ. ആഹാ, പാസ്പോർട്ടാണ്. ആ പിന്നെ ഒരു കാര്യം ചോദിച്ചോത്ത്, നീ ഈ സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ? എടാ മറ്റേ എൻ്റെ പഴയ വീടില്ലേ അവിടെ ഡ്രൈവർ താമസിക്കുന്ന അവിടെയാ? അവിടെ മറ്റേ ഗ്യാരേജിൽ. അപ്പം അവിടെ ഇല്ലേ? അവൻ കുറച്ച് മുമ്പേ തിരിച്ച് ലോസ് ആൻഡോസിലേക്ക് പോയി. ഇപ്പം അവൻ സ്ഥലത്തില്ല. ആ വീട് ചുമ്മാ എത്താ വല്ല പൊടിയും പിടിക്കും. അപ്പം മുതലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തോണ്ട് ഞാൻ ആലോചിക്കുന്നത്. ആ എന്തെങ്കിലും ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മൾ എത്താറായി. നീ എവിടെയാ വയ്ക്കുന്നത്? ആ നീ എവിടെയാണോ വയ്ക്കുന്നത് ഈ മറ്റേ ഗ്യാസ്? ഞാൻ ബാക്കിലെ ഗ്യാരേജിലായിട്ട് വരും. ഓ അവിടെയാണല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഞാൻ വച്ചൊന്നും പിടിക്കുന്നില്ല. ആൾക്കാരവിടെ വെയിറ്റിംഗ് ആണോന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. ഇപ്പം ആരും ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഗ്യാസൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ ഗൈസ്. വണ്ടി ഇടിച്ച് ഡോറ് ജാമല്ലോ. ഇതൊക്കെ അടുക്കി വെച്ചില്ലേ? ഇല്ല, അത് അവിടെ എല്ലാം കൂടെ കമന്ന് കിടക്കുക. ഓ ഭാഗ്യം, എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് കിട്ടിയില്ല. ഓക്കെ, തിരിച്ചെടുക്കാം. എടാ ഈ വണ്ടി ഉള്ളാലോ. ഇതേതാ? ഇത് മറ്റേ ഹമ്മർ. എടാ ഒരു കാര്യം ചോദിച്ചോട്ടോ, ഇത് ഹമ്മറിൻ്റെ ബ്രാൻഡ് ഏതാ? എനിക്കൊന്ന് ഫോർഡാന്ന്, എനിക്ക് ഉറപ്പില്ലടാ. ആണോ? ഓക്കെ ഗൈസ്, ഗ്യാസ് എല്ലാം ഒന്ന്
അടുക്കി വയ്ക്കട്ടെ നമ്മൾ. ഓക്കെ ഗൈസ്, ഇവിടെ ഗ്യാസൊക്കെ വെച്ചപ്പം എല്ലാവരും വന്നു. ഇപ്പം തന്നെ ഗ്യാസ് ഞാൻ ഇവിടെ അടുക്കി വെച്ചപ്പോഴേ കറക്റ്റ് 10. ഈ ഗ്യാസ് ഇപ്പം ആദ്യത്തെ ഈ ഗ്യാസ് ഇപ്പം തീരും ഗൈസ്, അത് ഉറപ്പാണ്. ഇത്രയും ഗ്യാസ് ഇപ്പം തന്നെ തീരും, അത് ഉറപ്പ്. ചേട്ടാ ഗ്യാസ് വീട്ടിൽ ആവശ്യമുണ്ട്. തരാം ചങ്ക. അപ്പം ഇനോഗ്രേഷൻ തുടങ്ങണ്ടേ? പിന്നെന്താ, തുടങ്ങണ്ടേ നമുക്ക്, അല്ലാതെ പിന്നെ. ഓക്കെ ഗൈസ്, എൻ്റെ ഫ്രണ്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് അവൻ പോയായിരുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഗ്യാസൊക്കെ എടുക്കാം. ഈ ഷോപ്പ് ഇനി ഇനോഗ്രേറ്റ് ചെയ്യണം. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. അതിൻ്റെ നമ്പർ ഞാനിവിടെ ഒട്ടിച്ച് വെച്ചേക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഇനി ഗ്യാസ് എടുക്കാം. അപ്പോൾ ഓരോ ഗ്യാസിനും ഓരോരുത്തർക്കും ഓരോ ഗ്യാസ് അല്ലേ? അതെ കേട്ടോ, ഒരു ഗ്യാസ്. അപ്പം ഒരു ഗ്യാസിന് ഒരു 500 രൂപ വെച്ച് തരും. രണ്ടെണ്ണത്തിന് ഒരെണ്ണത്തിന് 500, രണ്ടെണ്ണത്തിന് 1000, മൂന്നെണ്ണത്തിന് വരുമ്പോൾ എത്രയാവും? മൂന്നെണ്ണം വരുമ്പോൾ എത്രയാവും? ഒരെണ്ണം 500, രണ്ടെണ്ണം. തൽക്കാലം ഒരെണ്ണത്തിന് കണക്കാക്കാം. നിങ്ങൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ 1000 വരും, ഒരെണ്ണം 500. ചേട്ടാ ഒരെണ്ണം മതി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്യാസ് എല്ലാം തരാം. ഓക്കെ ഗൈസ്, ഗ്യാസിൽ ആദ്യത്തെ ട്രിപ്പ് വിറ്റ് പോയിട്ടുണ്ട്. ഞാൻ അവർക്ക് നമ്പറൊക്കെ കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൊണ്ടുവരാം. അതിനെ വണ്ടി എടുത്ത് ഇനിയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങാൻ പോകുന്നത് ഗൈസ്. ഈ ഗ്യാസ് ഇവിടെ കൊണ്ടെത്തിക്കുകയാണ് ടാസ്ക്. ബാക്കിയില്ല. ഓക്കെ, ഞാനിത് 500 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എല്ലായിടത്തും ഇതുപോലെ 10 ഒരു ഇതിൽ 10 എണ്ണം കാണുമായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഗോഡൗണിൽ പോയി നേരെ ഗ്യാസ് എടുക്കാം. പക്ഷേ ഈ തരുന്ന പൈസ അവിടെ നിന്ന് ഗ്യാസ് വാങ്ങിക്കുമ്പോൾ പല ഉപകാരമാവുമല്ലോ. എന്നാലും പേരിലൊരു ജോലികളും കാണും. അവിടെ ഇതുപോലെ തന്നെ ഒരെണ്ണത്തിന് ഇതുപോലെ രണ്ടെണ്ണത്തിന്. അപ്പം 10 എണ്ണത്തിന് എത്ര എണ്ണം വരും? 10 എണ്ണത്തിന് എത്ര വരും? ഞാൻ മറന്നുപോയി എമൗണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്ന് പകുതി പോകുമ്പോൾ ഉള്ളതിന്ന് പകുതി കാണുമല്ലോ, അപ്പം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കേറ്റാം നൈസായിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെ ഗ്യാസ് ലോഡ് ചെയ്ത്. ഇത് 5 എണ്ണം ഇല്ലേ? 1, 2, 3, 4, 5. കറക്റ്റ് 5 എണ്ണം ഉണ്ട്. ഇനി ഒരു 5 എണ്ണം കൂടെ എടുക്കണം, അപ്പോൾ കഴിയുമായിരിക്കും. യെസ്, ഇനി ഒരു 5 എണ്ണം കൂടെ എടുത്താൽ കഴിയും. കഴിഞ്ഞ വർഷം ഞാൻ ക്യൂ നോക്കിയപ്പോഴേ ബോയ് ഗേൾ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഒരേ ഫോർമേഷൻ മീൻസ് ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് സൈഡിൽ പോയി, ബാക്കിൽ ഗേൾ, അതിൻ്റെ ബാക്കിൽ പോയി, വീണ്ടും ബാക്കിൽ ഗേൾ, അങ്ങനെ അതിനായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഗ്യാസ് ഇട്ട് പോയാൽ പോരെ, അത് മതി. ഇതിൻ്റെ പകുതി പൈസ ഇവിടെ പോവാം ഗ്യാസിൻ്റെ. അതൊരു കാര്യമാണ്. ഗ്യാസിൻ്റെ പകുതി പൈസ ഇവിടെ വാങ്ങാൻ കിട്ടുമ്പോൾ പോവും. നമുക്ക് വല്ലതും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഗ്യാസിൻ്റെ വല്ലതും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലേ അവരായിട്ട് ചോദിച്ചാൽ മതി. നമ്മൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരും. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലേ ചിലവരൊക്കെ തരൂല, അവർക്ക് കാശാണ് വലുതെന്ന് ഉള്ളവർക്ക്. അതെന്തല്ലോട്ടെ, ഇതെങ്ങനെയെങ്കിലും പതുക്കെ നമുക്ക് കൊണ്ടുവെത്തിക്കണം. ഇതാണ്ട് അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് ആക്സിഡൻ്റ് ഉണ്ടായതാണോ? ഇല്ല, ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല. ബുഗാട്ടിക്കാരൻ പതുക്കെ പോയി. അതാ ഗൈസ്, നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വണ്ടി ഹമ്മർ? ഇത് ഫോർഡിൻ്റെ വണ്ടിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഈ ഹമ്മർ. ഓക്കെ,
പോയിക്കോളൂ. ഇതെന്തിങ്ങനെ പോകുന്നു? ഇവിടെയൊക്കെയാണ് ഇനി പണി. നമുക്കിനി പതുക്കെ പതുക്കെ കയറ്റണം. ഒരു ഗ്യാസ് ഡെലിവറിക്കാരനത് മനസ്സിലാവും. സാധാരണ എല്ലാവരും പെട്ടി ഓട്ടേ, പക്ഷെ നമ്മുടെ ഇവിടെ പെട്ടി ഓട്ടമൊന്നും കിട്ടുന്നില്ല. അതേ പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹമ്മർ ഉപയോഗിക്കാം. ഹമ്മർ ഇവിടെ കിട്ടത്തുള്ളൂ, ഒരു പിക്കപ്പ് പോലെ. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചില്ല ഞാൻ. പെട്രോളല്ല, ഡീസലേ ഇത്. ഹാഫേ ഉള്ളൂ, ഫുൾ അടിക്കണം. ഞാൻ അടിക്കാൻ മറന്നുപോയി. ആ ലാസ്റ്റ് വരെ അടിക്കാം. ഞാൻ വാങ്ങിച്ചിട്ട് ഡീസൽ അടിക്കാൻ മറന്നുപോയി. ഇല്ലെങ്കിൽ ഇപ്പോൾ പെഴുവരിയില്ല, ആയില്ല ഭാഗ്യത്തിന്. തരും ഇവിടെ ആരില്ലല്ലോ. അറക്കാം. ദൈവമേ, നേരെ പോണേ. ഒരു പ്രശ്നവും വരാതെ എത്തിക്കാൻ പറ്റണേ. ഓക്കെ, നമുക്ക് പലരും വന്ന് വാങ്ങിക്കുകയാണെന്ന് തോന്നുന്നു. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഹോം ഡെലിവറി പിന്നെയും ഗ്യാസ് എടുത്ത് നമുക്ക് കൊണ്ടുപോകണം. അതിൻ്റെ ഭേദം ഇത്. പക്ഷെ ഹോം ഡെലിവറി ഞാൻ ചെയ്യാം. ഞാൻ പതുക്കെ വിടുന്നുള്ളൂ. താണ്ട് ഒറ്റം പാഞ്ഞു വരുന്നുണ്ട്. ഭാഗ്യത്തിന് ഈ വഴിയല്ല. ഭാഗ്യം, ദൈവം കാത്തു. ഓക്കെ, പോയിക്കോളൂ. നേരത്തെ എല്ലാവർക്കും ഗ്യാസ് കൊടുത്ത്, ഞാൻ ക്യാഷ് കൊടുത്തു എന്ന് പറയാൻ പോയി. ഗ്യാസ് കൊടുത്ത് ഇപ്പോൾ ഒരു എത്രയായി കാശ് നമ്മുടെ കയ്യിൽ? നിറച്ചു ആയി കേട്ടാ. 10 പേർക്ക് കൊടുത്തപ്പോഴേ എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് 500 ആണ്. അപ്പം എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ ഒരു എക്സാക്റ്റ് എമൗണ്ട് കിട്ടത്തില്ല. അതാ ഇപ്പം അതൊക്കെ ഇവിടെ കൊണ്ട് കയറ്റണം നമ്മൾ. പതുക്കെ ഇച്ചിരി താഴ്ചയാണ്. ഈ സൈഡ് കുഴപ്പമില്ല, സേഫാണ്. പതുക്കെ കയറാം. അയ്യോ, എൻ്റെ ഗ്യാസ് ഒന്നും പറ്റിയില്ല. ദൈവം കാട്ടി. ഓട്ടെ, ദൈവം കാത്തിതൊരിക്കൊന്നും പറ്റിയില്ല ഗൈസ്. ദൈവത്തിൻ്റെ ഒരിതാണിത്. ഓക്കെ, നമ്മൾ ഓരോ ട്രിപ്പിൽ 10 ഗ്യാസാണ് കൊണ്ടുവരുന്നത്. എന്നുവെച്ചാൽ ഒരു 10 ഗ്യാസ് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഒരു 5 ഗ്യാസ് കൊണ്ടുവച്ചിട്ട് പിന്നെ വരുന്ന 5 കൊണ്ടുപോയിക്കണം. കാരണം 10 ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല, പാടാണ്. കാരണം ഇത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പാടാണ്. എല്ലാം കൂടെ മറിഞ്ഞ് ഒന്ന് വീഴും. ഇത് മുകളിൽ ഓരോന്ന് അടുക്കിയ പിന്നെ അത് റിസ്ക്കാണ്. പക്ഷെ ഗ്യാസിന് ഡാമേജ് പറ്റാറില്ല. ഇതുവരെയ്ക്കും എൻ്റെ ഗ്യാസിനൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, എൻ്റെ ഡിഫൻഡർ എടുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലും ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് എന്താ കുഴപ്പം? ഓക്കെ, ഇവിടെ കൊണ്ട് കയറ്റാം. ഒരെണ്ണം അവിടെ വല്ലോ കൊണ്ടുവന്നാ? ഒരെണ്ണം കാണാനില്ലല്ലോ. അയ്യോണ്ട് വണ്ടിയുടെ ചില്ല് പൊട്ടല്ലേ. എനിക്കൊന്നും കാണാൻ വയ്യ. എനിക്കൊന്നും കാണാൻ വയ്യ. അയ്യോ, ബാക്കിലൊന്നും വീണമെന്തോ. അതൊക്കെ പോട്ടെ. എന്ത് തിരക്കും വീഴാത്ത 2 കൂടെ ബാക്കിയുള്ളൂ. വേഗം എടുത്തിട്ട് മുന്നോട്ട് പോവാ. വേഗം റിവേഴ്സ്. അയ്യോ, എൻ്റെ വണ്ടി ചില്ല് പൊട്ടല്ലേ. ഭാഗ്യത്തിന് പൊട്ടിയില്ല, എല്ലാം ഒന്ന് താഴെ വിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 5 കൂടെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, ആദ്യത്തെ ട്രിപ്പ് എങ്ങനെയോ കഴിഞ്ഞു. വണ്ടിയുടെ ഇത് കുറവാട്ടാ, ഡീസൽ. അയ്യോ, ഇടിക്കല്ലേ. ഭാഗ്യത്തിന് ഇടിച്ചില്ല. ഈ ഇതില്ലാത്തപ്പോൾ നമുക്ക് പതുക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, പോയിക്കോളൂ. നമുക്കിനി കുറച്ച് അയ്യോ ഇടിക്കില്ലേ കുറച്ച്. ഞാൻ എന്ത് പറയണം, ഞാൻ പറയാമെന്നാ മറന്നുപോയി. ഞാൻ നേരത്തെ ബില്ല് കൊടുത്തു. അപ്പോൾ അടുത്ത ഇത് അവരൊന്ന് എടുക്കാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അത് കുഴപ്പമില്ല. ഇനി പതുക്കെ നമുക്ക് ഇവിടെ കൊണ്ട് കയറ്റാം. ഓക്കെ,
I'll park it here. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഗ്യാസ് എടുക്കാം ഗൈസ്. അടുത്ത സെറ്റ് ഓക്കെ ഗൈസ്. ഞാൻ അടുത്ത ഇതെടുത്തിട്ടുണ്ട്. ഇപ്പം 5 അത് തന്നെ. 1 2 3 4 5 കറക്റ്റ് 5 ഗ്യാസ് ഉണ്ട്. ഇനി നമുക്ക് പതുക്കെ അവിടം വരെ കൊണ്ടെത്തിക്കാം. ഇനി കസ്റ്റമേഴ്സ് വരണേ ദൈവമേ വന്ന് വാങ്ങിക്കണേ. അതാ എൻ്റെ പ്രാർത്ഥന. ഇനി അങ്ങ് കൊണ്ടു കൊടുക്കേണ്ടി വരല്ലേ. ഇത് ആരും ഹെൽപ്പറായിട്ടൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് അപ്പം ചെയ്യാം, പോയിക്കോളൂ. ഈ ഗ്യാസ് നിങ്ങളുടെ ഇറക്കുന്നത് ഇത് മറിയോ? അയ്യോ മറിയില്ലേ മറി. ആ അടിപൊളി മറിഞ്ഞു. അതിപ്പോൾ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഹേ ഗൈസ്, ആ ഗ്യാസ് എങ്ങനെ എടുത്ത് ഞാൻ ചെറുതായി ഒന്ന് പ്ലാൻ മാറ്റി റിവേഴ്സ് എടുത്തു. കാരണം മറ്റാ വഴി എടുത്താലേ ചിലപ്പോൾ ഫ്രണ്ടിൽ കൂടെ ഒന്ന് വേണ്ടി ചില്ല് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. വണ്ടികൾ ചില്ല് പൊട്ടിയാൽ പിന്നെ പണി പാടും. ചില്ല് നിറച്ചും കാശാവും. ബമ്പറിനെക്കാളും കാശ് പോകുന്ന ചില്ലിനാണ് വണ്ടിയുടെ. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ബമ്പർ പോയാൽ എനിക്ക് കുഴപ്പമില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പം അതൊക്കെ റിവേഴ്സ് എടുത്ത് പോവാം. ഓക്കെ യെസ്, നമ്മൾ സക്സസ് ആയി. എൻ്റെ ബൈക്ക് പിന്നെ നിങ്ങൾ കണ്ടു കാണും. ഞാൻ പിന്നെ പോയി ഷോറൂമിൽ പോയി എടുത്തായിരുന്നു ബൈക്ക്. ഒരു ക്യാബ് വിളിച്ച് പോയി എടുത്ത്. ശരിക്കും ഈ വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും ക്യാബ് വിളിക്കേണ്ടത്. എടുത്തു ഞാൻ. അയ്യോ പുല്ല് 1 2 3 4 5 ഒരെണ്ണം കൂടിപ്പോയി ഗൈസ്. അത് കുഴപ്പമില്ല, അത് ഇവിടെ കിടന്നോത്ത്. അത് അവന്മാർ വന്ന് എടുത്തോളൂ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം കുഴപ്പമില്ല. ഒരു ഗ്യാസ് കൂടിപ്പോയി. അത് കുഴപ്പമില്ല. എനിക്ക് 10 തന്നെ മതി. അത് അവന്മാർ വന്ന് എടുത്തോളും. നമ്മുടെ ഇപ്പം ശരിക്കും 3G. ഇപ്പം 3G ഗൈസ്, ഇപ്പം 3G. ഓക്കെ ഗൈസ്, ആ പോയത് ഞാൻ എങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ട്. താഴെക്കാണെന്ന് എൻ്റെ ഗ്യാസ് അല്ലല്ലോ അല്ലേ? 5 അല്ലേ കറക്റ്റാ? നാത്ത ആകുന്ന ഒരെണ്ണം കൂടിപ്പോയി. പക്ഷെ ഞാൻ അത് കെയർ ആക്കുന്നില്ല. ഓക്കെ ഇനി ഞാൻ അടുക്കാൻ പോകുന്നില്ല. എങ്ങനെ എടുക്കാൻ പോവാം? അത് സ്വരമൊന്നുമില്ല. ഇനി ഇതെങ്ങനെ എടുത്തു ഒരു ട്രിപ്പിനെങ്കിലും നമുക്ക് പണി കിട്ടും. പണി കിട്ടാത്ത ഒരു ട്രിപ്പ് വരാൻ പോകുന്നില്ല, അത് ഉറപ്പാകും. ഓക്കെ അയ്യോ പോകല്ലേ. സ്പീഡ് കുറച്ച് പിടിക്കാം. ഞാൻ ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും. ഓക്കെ പോയിക്കോളൂ. അയ്യോ പോലെ പോകല്ലേ. എനിക്ക് ദേഷ്യം വരിക ഗൈസ്. സീരിയസ്ലി ഐ എം മാഡ് ഗായ്സ്. എങ്ങനെ എടുത്ത് വച്ച് ഞാൻ ഒരു വിധി 1 2 3 4 5 ഫോട്ടോ. എനിക്ക് ശരിക്കും പറയാൻ തുടങ്ങിയ ഗൈസ്. ഇത് മാഡാക്കുക ശരിക്കും. ഇത് പാടാണ്. നിങ്ങൾ ശരിക്കും ഒരു ഗ്യാസ് ഡ്രൈവറിന് ഇതുപോലെ ഇപ്പോൾ തോന്നുന്നു വേറെ വല്ലതും ജോലി എടുത്താൽ മതി. ഞാൻ കുഴപ്പമില്ല, ഇതൊക്കെ തന്നെ ധാരാളം. ഞാൻ ശരിക്കും ഒരാളുടെ കീഴിലല്ല, ഞാൻ തന്നെയാണ് എടുക്കുന്നത്. വേറെ ആരും ഇല്ല ചുരുക്കം പറഞ്ഞാൽ. പിന്നെ ഇടയ്ക്കെൻ്റെ ഫ്രണ്ട് വരാറുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ യെസ്, അതൊന്ന് വീണു. ഇനി സാരമില്ല. ഇനി ആ സ്ലോപ്പ് ഇറങ്ങുമ്പോൾ ഇതൊന്ന് ചില്ല് പൊട്ടത്തില്ല. അതൊരു നല്ല കാര്യമാണ്. ഇനി നമുക്ക് നേരെ വേഗം അങ്ങ് ഇറക്കാം. ഓക്കെ ബാക്കിലൊരിതുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇനി വന്നോണ്ടോ ഗ്യാസ് കണ്ടപ്പോൾ ഇനി ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്നാണ്. എൻ്റെ ഹമ്മർ അങ്ങനെ കൊണ്ട് സൂപ്പർ അല്ലേ? മേരാ ഹമ്മർ നല്ല വണ്ടി. ശരിക്കും ഇത് ശരിക്കും 5 സീറ്റർ തന്നെ. ഇത് 5 സീറ്റർ ശരിക്കും. ഇത് പിക്കപ്പ് ആണെങ്കിൽ സ്പെഷ്യാലിറ്റി 5 സീറ്റർ ആണ്. സാധാരണ പിക്കപ്പ് വണ്ടികളൊക്കെ നമുക്ക് ഫ്രണ്ട് സീറ്റും പിന്നെ ബാക്കിൽ ഒരു പിക്കപ്പ് വെച്ചോണ്ട് സംഭവം കിട്ടത്തുള്ളൂ. ഞാൻ ഈ പിക്കപ്പിൻ്റെ ഒരു ഷോറൂം തുടങ്ങട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഒരു ഷോറൂം തുടങ്ങട്ടെ. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ നോക്കണം. ബ്രേക്ക് പിടിക്കുമ്പോൾ ചിലപ്പോൾ ചാടിപ്പോകും. ഒരെണ്ണം ചാടാൻ വേണ്ടി അവിടെ ഇരിക്കുക, അതും ചാടുന്നുണ്ടോ? ഓക്കെ പതുക്കെ പോട്ടെ.
പോട്ടെ 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 പോട്ടെ. ഓക്കെ സാറേ മാറൂ ബിബി ചേട്ടാ മാറൂ. ഞാൻ അവിടെ എങ്ങനെ സെറ്റിലാക്കിയിട്ടുണ്ട്. ഗ്യാസ് ഉണ്ടായിരുന്നോണം അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഇത്രയും അവരെത്തി അങ്ങനെയൊക്കെയോ ദൈവം സഹായിച്ചു. ശരിക്കും ഇതുപോലെയാ എങ്ങനെ ഇവിടെ പിടിച്ചെത്തുന്നത് അത് എനിക്ക് തന്നെ അതിശയം. ഈ ഗ്യാസും കൊണ്ട് കാരണം നല്ല പാടാണ് ഇതും കൊണ്ട് ഓടിക്കാൻ. ഗ്യാസിൻ്റെ വെയിറ്റ് കാണുന്നില്ല, ശരിക്കും ഗ്യാസ് വീഴോ എന്നുള്ളൊരു പേടി. പിന്നെ ഗ്യാസ് തന്നെയല്ലേ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച പണി പാടും. ഓക്കെ ഈ വീഡിയോക്ക് ഞാൻ തേർഡ് പാർട്ട് വേണോ ഗൈസ്? ഇനോഗ്രേറ്റഡ് ഇനി ഗ്യാസ് ഒക്കെ തുടങ്ങിയില്ലേ, ഈ വീഡിയോ കൂടെ വെച്ച് നിർത്തണോ അതോ ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യണോ ഇതേ സെയിം വീഡിയോ? ഇനിയും വേറെ വേറെ പാർട്ട് ഇടണോ? വാട്ട് ഷുഡ് ഐ ഡു? എന്തായാലും ഇനി പോകാം. നിങ്ങൾ ആരും ഇപ്പം എന്താ യൂട്യൂബ് ചാനൽ കാണാം, അല്ലാതെ എനിക്കൊരു ഇതാണ് കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റഗ്രാം കാണുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം കാണാൻ എനിക്കൊരു പരിപാടിയില്ല കണ്ടോ. പക്ഷെ യൂട്യൂബും കൂടെ കാണണം. യൂട്യൂബിലാണ് ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക ആദ്യം യൂട്യൂബിൽ ഇപ്പം ചെയ്യുന്ന യൂട്യൂബിൽ ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അത് പിന്നെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണ് മീൻസ് ഇപ്പോൾ സ്ലോ ആയി. മറ്റേ കറക്റ്റ് ഞാൻ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഓവർടേക്ക് ആയിപ്പോയി. അത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പറകില്ല. ഞാൻ ആദ്യം ഇൻസ്റ്റഗ്രാം ചാനൽ തുടങ്ങിയത്, പക്ഷേ എൻ്റെ പഴയ ചാനൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് മുന്നേ ഞാൻ ആ പഴയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ശരിക്കും ഞാൻ ആദ്യമൊക്കെ മാസ്ക് പോയി ഗെയിമിങ്ങിൽ തന്നെ ആ ഇൻസ്റ്റഗ്രാം ചാനലിൽ ഇപ്പോൾ എൻ്റെ ഡാൻസ് വീഡിയോസ് ഇടുന്ന ചാനലിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു 1 or 2. പക്ഷെ അതതിനകത്ത് കണ്ണോട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. അയ്യോ ഒരെണ്ണം ചാടിപ്പോയി. ഇതിനൊക്കെ പണി വീഴോ? ഓ എനിക്ക് പിന്നെയും പറയാൻ തുടങ്ങും ഗൈസ്. ഐ ആം ഗെറ്റിംഗ് മാഡ്. ഒന്നെടുത്ത് ഓക്കെ ഗൈസ്, ആ ഗ്യാസ് എങ്ങനെയായിട്ട് ഞാൻ വച്ചിട്ടുണ്ട് തിരിച്ച്. പോട്ടെ ഇതെന്താ നിൽക്കുന്നത്? പോട്ടെ വണ്ടിക്ക് എന്ത് സ്പീഡ് ഇല്ലേ? വഴി നേരെ പോവാം. ശരിക്കും എനിക്കൊന്ന് വീടിൻ്റെ അടുത്തെല്ലാം കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെ തോന്നുന്നു, കാരണം ഇവിടെ വരെ ഓടിച്ചു വരെ ഇച്ചിരി പാടാണ്. ഈ ഗ്യാസിൻ്റെ ഇതായോണ്ടാണ്, ഇല്ലെങ്കിൽ ഇത് ശരിക്കും അടുത്തൊന്നുമല്ല, ഗ്യാസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു പൊടിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ ഞാൻ ശരിക്കും ഹമ്പറിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പറയാം ഏത് ബ്രാൻഡാണ്. ഫോർഡിൻ്റെ ആണോ എന്ന് എനിക്ക് നല്ല സംശയം. നമുക്ക് അടുത്ത സെറ്റ്സ് ഓഫ് ഗ്യാസ് ലോഡ് ചെയ്യാം. പതുക്കെ പോയി. ഓക്കെ അയ്യോ ഞാൻ അറിയാതെ സ്ഥലം കണ്ടില്ല. ഇനി നേരെ ഒന്ന് റിവേഴ്സ് എടുക്കട്ടെ ഞാൻ. ഓക്കെ ഇതിങ്ങനെ പോകുന്നത് എടേ, ഞാൻ നേരെ എല്ലാം എടുത്താ റിവേഴ്സ് എടുക്കുന്നത്. ഓക്കെ ഇനി റിവേഴ്സ് എടുക്കാം. ഇങ്ങനെ ഇങ്ങോട്ട് പോകോ? എത്ര തിരിച്ചിട്ട് ഈ വഴി എന്നെ പിന്നെയും വരുന്നു. അയ്യോ എൻ്റെ എന്ത് വണ്ടിയുടെ ഇത് ചില്ല് പൊട്ടല്ലേ? ഇങ്ങനെ അങ്ങോട്ട് അയ്യോ ചില്ല് പൊട്ടിയല്ലോ. അത് സാരിയല്ല, എങ്ങനെ ശരിയാക്കാം? വണ്ടിയുടെ ചില്ല് നമുക്ക് എങ്ങനെ ശരിയാക്കാം? ഓ ഗ്യാസൊക്കെ ഇവിടെ തെറിച്ചു വീണു ഗൈസ്. ചില്ല് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കട്ടെ. ഇതിവിടെ തന്നെ അവരെന്തോ കിറ്റ് തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ തൽക്കാലം ശരിയാക്കാം ചില്ല്. ഓക്കെ ഗൈസ്, ഇവിടെ ചില്ലൊക്കെ അങ്ങനെ സെറ്റാക്കി. ഇവിടെ ആൾക്കാരുടെ കൂട്ടം കണ്ട ഇത്രയും 2, 3, 4, 5, 6, 7, 8, 9, 10 എത്ര ഗ്യാസ് ഉണ്ടോ അത്ര ആൾക്കാർ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഗ്യാസ് തരാം. ഓക്കെ വെയിറ്റ് ചെയ്യൂ. യു ജസ്റ്റ് ഹാവ് ടു വെയിറ്റ്. ഓക്കെ ഗൈസ്, ഗ്യാസൊക്കെ ഇങ്ങനെ വിറ്റു. ഞാൻ ഗ്ലാസ് ശരിയാക്കിയായിരുന്നു വണ്ടിയുടെ. എല്ലാ ഗ്യാസും അങ്ങനെ വിറ്റ് പോയി. ഞാൻ ദൈവത്തിൻ്റെ കൊണ്ട്
ഇനി നമുക്ക് നേരെ പോയി ഫ്യൂൽ അടിക്കാം. ഇന്ന് കുറച്ച് ക്യാഷ് കിട്ടി, പക്ഷെ എൻ്റെ പകുതി രണ്ടാമത്തെ ട്രിപ്പിന് പോയി. എൻ്റെ കയ്യിൽ പകുതി ഇല്ലേ, എൻ്റെ കയ്യിൽ രണ്ടാമത് ഗ്യാസ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ പകുതി പോയി. കുറച്ച് കിട്ടിയുള്ളൂ. ഇതിൻ്റെ പകുതി തന്നെ അടുത്ത ഗ്യാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ പോകും. അത് കുഴപ്പമില്ല, സ്വാഭാവികം. ഈ നേരെ ഡീസൽ അടിക്കാം നമുക്ക്. ഡീസൽ 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 ഡീസൽ. ഓക്കെ ഗൈസ്, ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട് വണ്ടിയിൽ. ഇനി നേരെ തിരിച്ച് ബാക്ക് ടു ഹോം, വീട്ടിലേക്ക് പോകാം നമുക്ക്. അവിടെ വെച്ച് ഈ വീഡിയോ ഇട്ടേന്ന്. ഓക്കെ, ഈ ഗ്യാസ് അല്ലേന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് കാണാൻ ചാൻസ് കുറവാണ്, കാരണം ഞാൻ ഗ്യാസിൻ്റെ ഇത് തുടങ്ങി ഇനോഗ്രേറ്റ് ചെയ്തു, ഗ്യാസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വീഡിയോ ഇട്ടു. അവിടെ എന്തോ എന്താ ഗ്യാസ് വീണ് നടക്കുന്നത്. അയ്യോ, ഞാൻ അറിയാതെ ഒരാൾ. ഓക്കെ, ഒരാള് അല്ല, ഗ്യാസ് കൊണ്ടുവന്നു, പിന്നെ ഇനോഗ്രേറ്റ് ചെയ്തു. ഇത് ചിലപ്പോൾ പാർട്ട് കാണാൻ ചാൻസ് ഇല്ല, 2 പാർട്ടായി. ഈ പാർട്ട് കാണാൻ കുറവാണ്, അടുത്ത പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും ഗ്യാസൊക്കെ ഒന്ന് വീണ് നടക്കുന്നത്. സൈഡിക്ക് ചിലപ്പോൾ ഇവർ കൊണ്ടുവന്നപ്പോൾ എൻ്റെ വീണാണെന്നോ. കയറ് എൻ്റെ ബൈക്കോടെ. ഈ ഡോറടങ്ങില്ല, ഇതൊരിക്കും ഡോറടങ്ങില്ല. തിരിച്ചെടുക്കാം. ഡോറ് ഇത് അടയടേ, നീ എന്തോന്നല്ലേ കാണിക്കുന്നത്? ഡോറേ അടയൂ, ഒറ്റ ഒരുത്തിരി. അടഞ്ഞു ഡോറടങ്ങി. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ട് ഞാൻ പോവാണ്. ഇവിടെ നിർത്തല്ലേ വണ്ടി. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയുള്ളൂ ഈ വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോസ് കണ്ടിട്ട് ഗുഡ് ബൈ ഗൈസ്. പിന്നെ ഈ ഗ്യാസ് ഷോപ്പിൻ്റെ വീഡിയോ ചിലപ്പോഴേ കാണത്തുള്ളൂ, ചാൻസ് കുറവാണ് ഭയങ്കര. അപ്പം ഇനി പുതിയ വീഡിയോസ് കണ്ടാലേ ഗുഡ് ബൈ ഗൈസ്.